എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കിയാലോ. വരൂ. ഇതാ ചോറ്, പിന്നെ ഇതെന്തെന്നാ പറയുക, ചീനിമുളക്, ചീനമുളക്, പിന്നെന്താണ് പറയാൻ, കാന്താരി ഉപ്പിട്ട് വറുത്തതാണ്. പിന്നെ തക്കാളിയും പരിപ്പും കറി, തേങ്ങ ചമ്മന്തി, തൈര്, ബീട്രൂട്ട് തോരൻ, വെള്ളം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ. വരൂ, നമുക്ക് കഴിക്കാം മക്കളെ. നമുക്ക് കഴിച്ചാലോ. ഇന്ന് പറയും, ഇന്ന് കുറേ ഉണ്ടല്ലോ ഫാമി എന്നൊക്കെ ചോദിക്കരുത് കേട്ടോ. ഉള്ളപ്പോൾ ഉള്ള പോലെ, ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ. എൻ്റെ ചോറ്റുപാത്രങ്ങൾ നിങ്ങൾ കാണാറുണ്ടല്ലോ. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ ഉള്ള പോലെ നമുക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ നമുക്ക് കഴിക്കാം. അപ്പോൾ ചോറ് കണ്ടോ, വല്ലാണ്ട് വേവായി. കാരണം ബീട്രൂട്ട് തോരനല്ല. കാരണം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എൻ്റെ മറ്റേ ഫോണിൽ റീചാർജ് കഴിഞ്ഞു. അപ്പോൾ അത് കയറ്റാനായിട്ടും പിന്നെ വീട്ടിലേക്ക് പച്ചക്കറി കുറച്ച് വേണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ കടയിൽ പോയി. ടൗണിൽ പോയിട്ട് ഞാൻ വരുമ്പോഴേക്കും എൻ്റെ ചോറ് വെന്ത് ചീഞ്ഞു പോയി, പായസം പോലെയായി. എന്ത് ചെയ്യാം. പോകുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മ നോക്കൊന്നുമില്ല. വരുമ്പോൾ അമ്മയെ കാണാനില്ല, ഇപ്പോൾ വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ എന്തായാലും ആ ചോറിന് കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ വേറെ വെക്കാനൊന്നും നിൽക്കണില്ല. അപ്പോൾ ചീനമുളക് ഞാൻ ചമ്മന്തി ഇറക്കാൻ മേടിച്ചത് കുറേ ദിവസമായി. അതങ്ങനെ ഇരിക്കേണ്ടത് 10 അപ്പോൾ അതെടുത്തു വറുത്തു. ഒരു ബീട്രൂട്ട് ഒരെണ്ണം കുറേ നാളായി ഇരിക്കണം. അപ്പോൾ അതിനടുത്തൊരു ഉപ്പേരിയും വെച്ചു. പിന്നെ ഒരു ചാറ് കറി വേണ്ടേ. അപ്പോൾ എന്ത് ചെയ്തു, തക്കാളിയും പരിപ്പും വെച്ചു. തേങ്ങ ഉടച്ചതിരിക്കണ്ട, അപ്പോൾ അതൊരു ചമ്മന്തി അരച്ചു. ചൂനമുളക് കത്തിയുടെ മണ കൊണ്ടൊന്ന് ചെനക്കിയിട്ട് ഉപ്പ് കയറ്റിയിട്ട് വറുത്തതാണ്. തൈര്, തൈരിൽ എനിക്ക് ഉപ്പ് ചേർക്കുന്നത് ഇഷ്ടമല്ല. കാന്താരി മിളകിൻ്റെ എരിവാട്ട.
ചമ്മന്തി ഒക്കെ ടേസ്റ്റ് നോക്കട്ടെ. ഇനിയൊരു കാര്യം, നിങ്ങളുടെ മുന്നിൽ ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട നിങ്ങൾ എന്താണ് ചോദിക്കുക? ചിന്തിച്ചു നോക്കൂ. ചിലവർ പണക്കാരാവാനാവും, കൂടുതൽ ആൾക്കാരും സാമ്പത്തികമായി നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. എന്നതൊന്നല്ല. നിങ്ങൾ ദൈവത്തിനോട് ആവശ്യപ്പെടുന്നത് രോഗമില്ലാതെ ഞാൻ ജീവിക്കുന്ന കാലത്തോളം രോഗങ്ങളില്ലാതെ എനിക്ക് ജീവിക്കണം എന്ന് നമ്മൾ ദൈവത്തിനോട് വരം ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ അവർ ബോധമുള്ളവരാണ്, അല്ലേ? എന്തുണ്ടായിട്ട് എന്ത് കാര്യം? രോഗം പിടിപെട്ട അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, ആ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, ഒരാളുടെ സഹായം കൊണ്ട് ജീവിക്കാൻ പറ്റും, അവരുടെ പ്രാക്ക്, അല്ലേ? ശാരീരികമായിട്ട് ശരീരം വേദന, മുട്ടുവേദന, കാലുവേദന, ഈ കിടന്നോടെ തന്നെ കിടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സ്വത്തുണ്ടായിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പം ദൈവത്തിനോട് നിങ്ങളെപ്പോഴും ചോദിക്കണം, എനിക്ക് അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോട് ജീവിക്കണേ എന്ന് പ്രാർത്ഥിക്കണം, കേട്ടാ? അല്ലാതെ എനിക്ക് സ്വത്ത് തന്നില്ലല്ലോ, എനിക്ക് അത് തന്നില്ലല്ലോ, എനിക്ക് ഇത് തന്നില്ലല്ലോ, എനിക്ക് എന്നും ദുഃഖമാണല്ലോ, ദുരിതമാണല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മൾ പഴിക്കരുത്. നമുക്ക് രോഗമില്ലാതിരിക്കുക, അത്ര വേണ്ടോ? പിന്നെ എല്ലാം നമുക്ക് നേടാൻ കഴിയും, അല്ലേ? നമ്മുടെ ആരോഗ്യം ശക്തമായ നമുക്ക് എന്ത് നേടാൻ കഴിയും. അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് രോഗമില്ലായ്മയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് എനിക്ക് രോഗമില്ലാതിരിക്കണം. ഇപ്പോൾ മാർക്കാണ്ഡ പുരാണത്തിൽ മാർക്കാണ്ഡൻ്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് എന്താ? ദൈവം പറഞ്ഞത് എന്താ? ദീർഘായുസോടുകൂടി എത്ര കാലം വേണം ജീവിച്ചിരിക്കുന്ന ഒരു മകന് തരാം. അവന് ബോധോ ഒരു മനുഷ്യന് വേണ്ടത് ഒന്നും ഉണ്ടാവില്ല. വിവരോ ഒന്നും അറിവില്ലാത്തൊരു വ്യക്തിയായിട്ട് ദീർഘകാലം പോലെ വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു മകനെ വേണോ? അതോ സമർത്ഥനായിട്ട് ബുദ്ധിയും സമർത്ഥമൊക്കെ ഉള്ള ഒരു മകൻ 16 വയസ്സ് കാലഘട്ടം വരയ്ക്കുള്ള ഒരു മകനെ വേണം? ആ മാതാപിതാക്കളെ ആഗ്രഹിച്ചത് എന്താ? എൻ്റെ മകളുള്ള കാലത്തോളം ആരോഗ്യമായും ബുദ്ധിമാനായിട്ടും ജീവിക്കണം എന്നാണ് അവരാഗ്രഹിച്ചത്. അവർക്ക് ബോധമുണ്ട്, അതുകൊണ്ടാണ് അവരത് ആഗ്രഹിച്ചത്, അല്ലേ? അപ്പം നിങ്ങൾ ദൈവത്തെ കണ്ട നിങ്ങൾ ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന കാലത്തോളം ജീവിക്കണം ദൈവമേ എന്നാണ്, കേട്ടാ? ആരും ഇത് മറക്കരുത് ദൈവത്തെ കാണുമ്പോൾ, കേട്ടാ? ഇതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇതാണ്, ആരോഗ്യത്തോടു കൂടി ഇരിക്കാനുള്ളത് അനുഗ്രഹം തരണേ ഭഗവാനെ, ഭഗവതി എന്നേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, കേട്ടാ? നിങ്ങളൊന്ന് ആശുപത്രികളിൽ പോയി നോക്കൂ, എത്ര രോഗങ്ങൾ ഓരോരുത്തർക്കും, അല്ലേ? എത്ര കഷ്ടപ്പെടുന്നു, അല്ലേ? അവർക്കൊന്നുമില്ല. ഈ രോഗം മരുന്ന്. അപ്പം അതൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, കേട്ടാ?
രോഗങ്ങളില്ലാതെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരായ നിങ്ങളാണ് ഭാഗ്യവന്മാർ. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്ക് വെയിൽ കൊണ്ട രോഗം, മഴ കൊണ്ട രോഗം, അങ്ങനെ ഇങ്ങനെ ഇത്ര സന്തോഷമായ ഭക്ഷണം, വൃത്തിവെടുപ്പോടുള്ള ഭക്ഷണം കഴിക്കണു, സുഖം ഇത്രയിൽ കിടന്നുറങ്ങണു. പക്ഷെ തെരുവിൽ കിടക്കണ കുട്ടികളോ, അവർക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, രോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് മക്കളെ, ദൈവത്തിനോട് നമ്മൾ ചോദിക്കുക, പ്രാർത്ഥിക്കുക, രോഗമില്ലാതെ ജീവിക്കണ ഈശ്വരാ എന്ന്. വരുമ്പോഴേ അതിൻ്റെ ഗുണം നമുക്കറിയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണാൻ വന്നിക്കുകയാണെങ്കിൽ ചുമ്മാ ആ ബെല്ല് ബട്ടൺ, ചുവന്ന ബട്ടൺ ഒന്ന് അമർത്തിക്കോ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാതെ വരില്ല. സന്തോഷമായിരിക്കും.